യുദ്ധം നീളാനുള്ള എല്ലാ സാധ്യതയും രണ്ടു പക്ഷവും തുറന്നിടുന്നു. ശത്രുപക്ഷത്തെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം തന്നെ അവസാനിക്കുന്നത് വരെ സഹിക്കുക. അത് കഴിയുമ്പോൾ എല്ലാ ശക്തിയും, അവശേഷിക്കുന്ന എല്ലാ ശക്തിയും സ്വാംശീകരിച്ചുകൊണ്ട് ആഞ്ഞടിക്കുക. ഇതാണല്ലോ ഫേബിയൻ തന്ത്രം. ആ തന്ത്രം ആണ് ഒരുപക്ഷെ ഇറാൻ ഈ യുദ്ധത്തിൽ പയറ്റുന്നത്. ഡൊണാൾഡ് ട്രംപ് അസ്വസ്ഥനാണ്, വളരെ അസ്വസ്ഥനാണ്. മാറി മാറി നടത്തുന്ന പ്രസ്താവനകൾ ഈ അസ്വസ്ഥതയുടെ പ്രതിഫലനമാണ് എന്ന് തന്നെയാണ് പലരും അത് കാണുന്നത്. അമേരിക്ക വരച്ച വരയിലൂടെ അല്ല ഇപ്പോൾ യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വര അപ്രസക്തമായി കഴിഞ്ഞു. ട്രംപിനൊരു ക്ലാരിറ്റി ഉണ്ടാകുമെന്നാണ് ലോകം വിചാരിച്ചത്. ട്രംപ് വികടനാണ്, കാടനാണ്, പക്ഷേ സ്വല്പം ക്ലാരിറ്റി ഉണ്ടാകുമെന്ന് വിചാരിച്ചു ട്രംപിൻ്റെ മനസ്സിൽ. അമേരിക്കൻ പ്ലാനേഴ്സിൻ്റെ മനസ്സിൽ ഒരു ക്ലാരിറ്റിയുമില്ല. ട്രംപോ അമേരിക്കയോ ഉദ്ദേശിച്ച ഇടത്തേക്കല്ല ഇറാൻ്റെ ചിന്ത നീങ്ങുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ കരയുദ്ധത്തിൽ 15,000 സ്ഥലങ്ങൾ ഹിറ്റ് ചെയ്താലും, വീണ്ടും ഒരു 15,000 സ്ഥലം ഹിറ്റ് ചെയ്താലും, ഇറാൻ ജനത ഒറ്റക്കെട്ടായി നിന്നാൽ യുദ്ധം എല്ലാവരെയും ഒന്നിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ ഗാർഗ് ദ്വീപിൽ തുടർച്ചയായി അമേരിക്ക ആക്രമണം നടത്തിയതോടെ ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക സൈനിക ശേഷി വർദ്ധിപ്പിക്കുക കൂടി ചെയ്തതോടെ യുദ്ധം വീണ്ടും നീണ്ടേക്കുമെന്ന ഒരു സൂചനയാണോ ലഭിക്കുന്നത്? യുദ്ധം നീളാനുള്ള എല്ലാ സാധ്യതയും രണ്ടു പക്ഷവും തുറന്നിടുന്നു. യുദ്ധം പെട്ടെന്ന് അവസാനിക്കേണ്ടത് അമേരിക്കയുടെ മാത്രം ആവശ്യമാണ്, ഇസ്രയേലിൻ്റെ മാത്രം ആവശ്യമാണ്. ഇസ്രയേലിന് അത്രയും ആവശ്യം കാണില്ല, അമേരിക്കയ്ക്കാണ് യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഇറാൻ എപ്പോഴും ഞാൻ സൂചിപ്പിച്ചിരുന്നത് പോലെ ഈസ് പ്ലേയിങ് എ വെയിറ്റിംഗ് ഗെയിം. ഒരു ഫേബിയൻ മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, അല്ലേ? ഫേബിയൻ മെത്തേഡ് എന്ന് പറയുന്നത് ശാന്തമായി വളരെ സമയമെടുത്തുകൊണ്ട് പരമാവധി പ്രഹരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എങ്കിലും കീഴടങ്ങാതെ സഹിച്ച് ക്ഷമിച്ച് പരമാവധി ശത്രുവിനെ കുഴപ്പിക്കുക, ശത്രുവിനെ മടുപ്പിക്കുക, ശത്രുവിനെ തളർത്തുക. ശത്രുപക്ഷത്തെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം തന്നെ അവസാനിക്കുന്നത് വരെ സഹിക്കുക. അത് കഴിയുമ്പോൾ എല്ലാ ശക്തിയും, അവശേഷിക്കുന്ന എല്ലാ ശക്തിയും സ്വാംശീകരിച്ചുകൊണ്ട് ആഞ്ഞടിക്കുക. ഇതാണല്ലോ ഫേബിയൻ തന്ത്രം. ആ തന്ത്രം ആണ് ഒരുപക്ഷെ ഇറാൻ ഈ യുദ്ധത്തിൽ പയറ്റുന്നത്. അതുകൊണ്ട് ഖാർഗ് ദ്വീപ് ആക്രമിക്കപ്പെട്ടു. അത് തീർച്ചയായും പത്തിക്ക് അടി കിട്ടുന്നത് പോലെയാണ്. പക്ഷേ ആക്രമിക്കപ്പെടും എന്ന സൂചന ഇറാനുണ്ട്. കാരണം സാമ്പത്തിക സ്ഥിരാകേന്ദ്രമാണ്. ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ 90% പോകേണ്ടത് ആ ഭാഗത്ത് നിന്നാണ്. ഖാർഗ് ഐലൻഡിലുള്ള വാർഫുകളിൽ നിന്നും തുറമുഖങ്ങളിൽ നിന്നും ആണ് എണ്ണ മറ്റ് രാജ്യങ്ങളുടെ വെസൽസിലേക്ക്, ഓയിൽ ടാങ്കറുകളിലേക്ക് കയറ്റേണ്ടത്. അപ്പോൾ കയറ്റ ഇറക്കുമതി സ്ഥലമാണത്. അതിനുള്ള അത്രയും വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇറാൻ്റെ തീരപ്രദേശത്ത് ഒരിടത്തുമില്ല. ഗൾഫ് മേഖലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ പകരുന്ന സ്ഥലമാണ്. എണ്ണ കണ്ടെയ്നറുകളിലേക്ക് കയറ്റുന്ന, മറ്റ് കണ്ടെയ്നറുകളിൽ നിന്ന് മറ്റ് സാധനങ്ങൾ ഇറക്കുന്ന സ്ഥലമാണ്. അപ്പോൾ 90% എണ്ണ എന്ന് പറയുമ്പോൾ അത് ചില്ലറ എണ്ണയല്ല. അതില്ലെങ്കിൽ പിന്നെ ഇറാൻ ഇല്ല. അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ തൊട്ടിരിക്കുന്നു അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട്. അതുകൊണ്ട് ഇറാൻ്റെ തിരിച്ചടി രൂക്ഷമാകാൻ എല്ലാ സാധ്യതയുമുണ്ട്. പെട്ടെന്നൊന്നും നിർത്തി ചില ലക്ഷ്മണ രേഖകൾ ലംഘിക്കരുത്, ചില റെഡ് ലൈൻസ് ലംഘിക്കരുത് എന്നാണല്ലോ ഒരു ആപ്തവാക്യം. യുദ്ധത്തിലും അത് ബാധകമാണ്. ഇവിടെ റെഡ് ലൈൻ ഭേദിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ ഓൾ ഔട്ട് നോട്ട് ഓൺലി റെസിസ്റ്റൻസ്, ഓൾ ഔട്ട് കൗണ്ടർ അറ്റാക്ക് ആൻഡ് വാർ. അത് എത്രയും നീളാനുള്ള സാധ്യത ഇപ്പോൾ ഇത് അമേരിക്ക തുറന്നിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ കരയുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ കപ്പലുകൾ അങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എൻഡ് ഈസ് നോട്ട് ഇൻ സൈറ്റ് അൺഫോർച്ചുനേറ്റ്ലി അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. ശരിക്കും ഈ ട്രംപിന്റെ പഴയ പ്രസ്താവനകളിൽ നിന്ന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത്, എനിക്ക് അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കും, മികച്ച രീതിയിലാണ് യുദ്ധം മുന്നോട്ട് പോകുന്നത്, ഞങ്ങൾ വളരെ മുന്നിലാണ്, വിചാരിച്ചതിലും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നൊക്കെയാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം പറഞ്ഞത്, 3 ആഴ്ചയായി തുടരുന്ന US ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇറാനെ അമേരിക്ക സൈനികമായും സാമ്പത്തികമായും പരാജയപ്പെടുത്തുകയും പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്താണ് ശരിക്കും ട്രംപ് ലക്ഷ്യമിടുന്നത്? ട്രംപ് വിചാരിച്ച പോലെ കാര്യങ്ങൾ ഇറാനിൽ നടത്താൻ കഴിയാത്തതിൽ അദ്ദേഹം അസ്വസ്ഥനാണോ? അതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള വിപരീത ദിശയിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്?
ഡൊണാൾഡ് ട്രംപ് അസ്വസ്ഥനാണ്, വളരെ വളരെ അസ്വസ്ഥനാണ്. മാറി മാറി നടത്തുന്ന പ്രസ്താവനകൾ ഈ അസ്വസ്ഥതയുടെ പ്രതിഫലനമാണ് എന്ന് തന്നെയാണ് പലരും അത് കാണുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരനായ ട്രംപ് ഒരിക്കലും ഒരു മിലിറ്ററി ജീനിയസ് അല്ല, സ്ട്രാറ്റജിസ്റ്റ് അല്ല. അദ്ദേഹത്തിന് പരമാവധി ഈ ഡിഫൻസ് സെക്രട്ടറിയിൽ നിന്നും അല്ലെങ്കിൽ പ്രതിരോധ വിദഗ്ധന്മാരിൽ നിന്നും യുദ്ധ വിദഗ്ധന്മാരിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കാം എന്നേ ഉള്ളൂ. പക്ഷേ യുദ്ധം ചെയ്യാനുള്ള തീരുമാനം പൊളിറ്റിക്കലാണ്. യുദ്ധത്തിൻ്റെ ഡയമെൻഷൻ പൊളിറ്റിക്കൽ മാത്രമല്ല, ഇക്കണോമിക് ആണ്, സോഷ്യോളജിക്കലാണ്, കൾച്ചറലാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള, തലങ്ങളുള്ള, മടക്കുകളുള്ള ഒന്നാണ് യുദ്ധം. അതുകൊണ്ടാണ് തുടങ്ങി വെക്കുന്നതിന് മുമ്പേ പലരും ആവർത്തിച്ച് ചോദിച്ചതാണ്, താങ്കൾക്ക് ഉറപ്പുണ്ടോ കൃത്യമായ സമയപരിധിക്കുള്ളിൽ ഇത് അവസാനിപ്പിച്ച് ലക്ഷ്യങ്ങൾ നേടി മടങ്ങാനാവുമോ? ആവും എന്ന ആത്മവിശ്വാസമാണ് ട്രംപ് പ്രകടിപ്പിച്ചത്. പക്ഷേ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അമേരിക്ക വരച്ച വരയിലൂടെ അല്ല ഇപ്പോൾ യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വര അപ്രസക്തമായി കഴിഞ്ഞു. ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ മേഖലകളിലൂടെ, ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഡയമെൻഷൻസിലൂടെ യുദ്ധം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ പോലും വ്യാപിക്കില്ല എന്ന് കരുതിയ ഇടങ്ങളിലേക്ക് പോലും യുദ്ധം വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വരും വരാഴികകൾ അതൊക്കെ പ്രീഎംപ്റ്റ് ചെയ്യാൻ, മുൻകൂട്ടി കണക്കിലെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. ഈ ഘട്ടത്തിൽ ഓയിൽ ഷോക്ക് അതിലൊരു ഉദാഹരണമാണ്. ഓയിൽ ഷോക്ക് എന്ന് പറയുന്നത് അമേരിക്ക അന്താളിച്ച് നിൽക്കുകയാണ്. ലോകം മുഴുവൻ ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിക്കെതിരെ, അമേരിക്ക എന്ന രാജ്യത്തിനെതിരെ തിരിയും. എപ്പോഴാണ്? അവിടുത്തെ അന്നം മുട്ടുമ്പോൾ. ഈ യുദ്ധം ഏകപക്ഷീയമായി അമേരിക്ക തുടങ്ങി വെച്ചതാണ് എന്ന് പലരും ചിന്തിക്കുന്നു. അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ പോലും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ രാജ്യങ്ങൾ അമേരിക്കയോട് ഒരിക്കലും ക്ഷമിക്കാത്ത രീതിയിൽ പെരുമാറും. അതുകൊണ്ട് അവർക്കൊരു ബ്രീതിങ് സ്പേസ് വേണം. അപ്പോൾ 25% ടാരിഫ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയുമായി കച്ചവടം നടത്തുമ്പോൾ ടാരിഫ് അടിച്ചങ്ങോട്ട് കൊടുക്കുകയാണ് അഹങ്കാരത്തോടു കൂടി. അതേ രാജ്യങ്ങളോട്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ഡൊണാൾഡ് ട്രംപിന് പറയേണ്ടി വരുന്നു, നിങ്ങൾക്ക് ടാരിഫ് വേണ്ട, ഇളവ് തന്നിരിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ റഷ്യയിൽ നിന്നും ദയവായി എണ്ണ വാങ്ങണം. ലോക വിപണിയിൽ എണ്ണയുടെ വില വല്ലാതെ കുതിച്ചുയരുന്നത് ലോക വ്യവസ്ഥയെ തന്നെ, ഉത്പാദന വ്യവസ്ഥയെ താളം തെറ്റിക്കും. തൽക്കാലത്തേക്ക് അമേരിക്കയ്ക്ക് ബെനിഫിറ്റാണ് എന്നും വിടുവാ പറഞ്ഞു വെക്കുന്നുണ്ട് ട്രംപ്. അതെന്തുകൊണ്ടാണ്? എണ്ണ വിപണിയിൽ തീപിടിക്കുമ്പോൾ അമേരിക്ക ഒരു എണ്ണ ഉത്പാദക രാജ്യം കൂടിയാണ്, എണ്ണ വിൽക്കുന്ന രാജ്യമാണ്. അമേരിക്കൻ എണ്ണയ്ക്ക് വർദ്ധിച്ച വില ലഭിക്കും. താൽക്കാലികമായി അമേരിക്ക ആശ്വാസമാണ്. പക്ഷേ അമേരിക്ക നെറ്റ് ഇമ്പോർട്ടിംഗ് കൺട്രിയാണ്. മിക്ക കാര്യങ്ങളും, ആയുധ പടക്കോപ്പുകൾ ഒഴിച്ചുള്ള മിക്ക കാര്യങ്ങളും അമേരിക്ക ഇറക്കുമതി ചെയ്യുകയാണ്. റെയർ എർത്ത് ഉൾപ്പെടെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. ഭക്ഷ്യവിഭവങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു. ഒരുപാട് കമ്പോണൻറ്റുകൾ ഇറക്കുമതി ചെയ്യുന്നു. കയറ്റുമതി ഇറക്കുമതി ഗ്യാപ്പ് എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് ട്രേഡ് $1 ട്രില്യൺ ഒരു വർഷം ഡെഫിസിറ്റാണ്, ട്രേഡ് ഡെഫിസിറ്റാണ് അഗൻസ്റ്റ് ഓൾ ദ കൺട്രീസ്. അങ്ങനെ ഒരു രാജ്യത്ത് വിദേശങ്ങൾ, ചൈനയിലും ഇന്ത്യയിലും ഉൾപ്പെടെയുള്ള ഉത്പാദന ചെലവ്, എണ്ണ ലഭിക്കാതെ വരുമ്പോൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വർദ്ധിച്ച ഉത്പാദന ചെലവ് വർദ്ധിച്ച വിലകളായി വരികയും അത് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ ടാരിഫ് ഓർ നോ ടാരിഫ് വലിയ തീപിടിച്ച വിലയാവും. ഇത് അമേരിക്കയ്ക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എണ്ണ വില തീപിടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. റഷ്യയിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചോളൂ, ഒരു മാസത്തേക്ക് വാങ്ങിച്ചോളൂ. മാറി ചിന്തിക്കേണ്ടി വരുന്നു. അപ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ല ഇപ്പോൾ പറയുന്നത്, മാറ്റി പറയേണ്ടി വരുന്നു. 4 ദിവസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ യുദ്ധം 2 ആഴ്ച വേണ്ടി വന്നേക്കാം എന്ന് പിന്നീട് പറഞ്ഞു. ഇപ്പോൾ 4 ആഴ്ച, അതായത് 1 മാസം വേണ്ടി വന്നേക്കാം എന്ന് മാറ്റി പറയുന്നു. ഒരുപക്ഷെ അതിലും നീണ്ടുപോയേക്കാം എന്ന രീതിയിൽ മാറ്റിയും മറിച്ചും പറയുന്നത് കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ ചാടിപ്പുറപ്പെട്ട യുദ്ധമാണ് എന്നതിൻ്റെ സ്ഥിരീകരണമാണ്. ആത്മവിശ്വാസക്കുറവാണ്, മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ജൽപ്പനങ്ങൾ എന്നതിൽ കൂടുതലായി മറ്റൊന്നും തന്നെ വായിച്ചെടുക്കേണ്ടതില്ല. പക്ഷെ അവിടെയും ട്രംപിനൊരു ക്ലാരിറ്റി ഉണ്ടാകുമെന്നാണ് ലോകം വിചാരിച്ചത്. ട്രംപ് വികടനാണ്, ഗാർഡനാണ്. പക്ഷേ സ്വല്പം ക്ലാരിറ്റി ഉണ്ടാകുമെന്ന് വിചാരിച്ചു ട്രംപിൻ്റെ മനസ്സിൽ. അമേരിക്കൻ പ്ലാനേഴ്സിൻ്റെ മനസ്സിൽ ഒരു ക്ലാരിറ്റിയുമില്ല. ട്രംപോ അമേരിക്കയോ ഉദ്ദേശിച്ച ഇടത്തേക്കല്ല ഇറാൻ്റെ ചിന്ത നീങ്ങുന്നത്. ഇറാനെ മെരുക്കാൻ
എളുപ്പമല്ല, ഇറാനെ തകർക്കുന്നത് ഒട്ടും എളുപ്പമല്ല എന്ന് വേദനയോടുകൂടി പാശ്ചാത്യ ലോകം, പ്രത്യേകിച്ച് അമേരിക്ക മനസ്സിലാക്കുന്നു. ഇറാനിൽ 15,000-ലധികം ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിച്ചതായാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കുക, മിസൈൽ ശേഷി ഇല്ലാതാക്കുക, ഭരണമാറ്റം കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാണ് ഈ ആക്രമണം ആരംഭിച്ചത്. 15,000-ലധികം കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടും ഞങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ വരുത്തി ഇറാനിൽ എന്ന അവകാശവാദത്തിനപ്പുറം ഇത്ര ദിവസത്തെ യുദ്ധം കൊണ്ട് എന്ത് ലക്ഷ്യമാണ് അമേരിക്ക നേടിയത്? 15,000-ൽ പരം കേന്ദ്രങ്ങൾ ഇറാനുള്ളിൽ ആക്രമിച്ചു. ഇറാന്റെ 31 പ്രവിശ്യകളിലേക്കും അമേരിക്കയുടെ ഇസ്രയേലിൻ്റെ യുദ്ധം എത്തിയത് മുഴുവൻ ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന തീമഴ എന്ന രൂപത്തിലാണ്. കരയിലല്ല എന്നോർക്കണം, ആകാശത്ത് നിന്നുകൊണ്ട് ഏറെ അസ്ത്രങ്ങൾ, തീ ബോംബുകൾ വർഷിച്ചാലും ഇറാന് 15,000 അല്ല 1,50,000 ഇടങ്ങൾ ബാക്കിയുണ്ടാവും. കാരണം അതിവിസ്തൃതമായ ഒരു രാജ്യമാണ്. അവിടെ ഉപരിതലത്തിൽ കാണുന്ന സ്ട്രക്ചേഴ്സ് മുഴുവൻ നശിപ്പിക്കാൻ മാത്രമേ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ കഴിയൂ. പക്ഷേ കരയിൽ മറ്റൊരു സംവിധാനമാണ് ഉള്ളത്, മനസ്സിൽ മറ്റൊരു കനലാണ് ഉള്ളത്. അപ്പോൾ ഈ വാറിൻ്റെ പിന്നിൽ, ഒരു യുദ്ധത്തിൻ്റെ, ഏത് യുദ്ധത്തിൻ്റെയും പിന്നിൽ ഈ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നു, സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങൾ തകർക്കുന്നു, ഉപരിതലത്തിൽ കാണുന്ന സ്ട്രക്ചേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുന്നു, അങ്ങനെ യുദ്ധം ജയിക്കുന്നു. ഇത് വെറും ലളിത യുക്തിയാണ്. അങ്ങനെയല്ല. യുദ്ധം ജയിക്കണമെങ്കിൽ ഒരു ജനതയെ പൂർണ്ണമായി മാറി ചിന്തിപ്പിക്കാൻ കഴിയണം. അവിടെ ഭരണമാറ്റം ഉണ്ടാകണം. അമേരിക്ക ഉദ്ദേശിച്ച രീതിയിലുള്ള സൗകര്യങ്ങൾ, അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരണം. അവിടെ ഇറാനിയൻ ജനത മാറി ചിന്തിച്ചെങ്കിലേ പറ്റൂ. ഒരാക്രമണത്തിനും ഒരു ജനത, ഇറാനെന്നല്ല ഒരു രാജ്യത്തിൻ്റെ ജനതയും മാറ്റി ചിന്തിപ്പിക്കാൻ ആവില്ല. അതെല്ലാ കാലത്തെയും യുദ്ധങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മാറ്റി ചിന്തിപ്പിക്കാൻ ആവില്ല. നാശനഷ്ടങ്ങളുണ്ട്. അത് പറയുന്നതിന് സ്നേഹമുള്ള പ്രേക്ഷകർ വിഷമിക്കരുത്. ഇറാന് അപരിഹാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാൻ ഏറെക്കാലമായി കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയ ഇൻഫ്രാസ്ട്രക്ചർ, വാർ മെഷീനറി, അത് ആവശ്യമായിരുന്നോ എന്ന് മറ്റൊരു ചോദ്യം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പല പ്രാവശ്യം പല വേദികളിൽ പല പ്ലാറ്റ്ഫോമുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഏത് രാജ്യത്തിനും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. അതിനുവേണ്ടി ആണവ ആയുധങ്ങൾ ഒരു ഡിറ്ററൻറ്റ് എന്ന നിലയിൽ കെട്ടിപ്പൊക്കാൻ, സ്വീകരിച്ചു വെക്കാൻ, സ്വാംശീകരിക്കാൻ അവകാശമുണ്ട്. ഇന്ത്യക്കുള്ളതുപോലെ, പാകിസ്ഥാനുള്ളതുപോലെ, നോർത്ത് കൊറിയയ്ക്കുള്ളതുപോലെ ഇറാനുമുണ്ട്. ഇറാൻ്റെ കയ്യിൽ മാത്രം ആണവായുധങ്ങൾ സുരക്ഷിതമായിരിക്കില്ല എന്ന ഒരു നിഗമനം തെറ്റാണ്. പക്ഷേ അതോടൊപ്പം അതേ ശ്വാസത്തിൽ ഞാൻ എക്കാലത്തും പറയുന്നു, മാറ്റിയും മറിച്ചും പറയുന്നു എന്ന് ദയവായി ആരും കരുതരുത്. ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. കൃത്യമായി എപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇറാൻ അനാവശ്യമായി പ്രസ്താവനകൾ നടത്തുന്നു. ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പോലെയുള്ള അനാവശ്യ പ്രസ്താവനകൾ ഇറാൻ്റെ ഭാഗത്തുനിന്നും വരുന്നു. ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി പാരഡൈം ഉണർന്നു പ്രവർത്തിക്കും. ഒരു രാജ്യത്തിന് മരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലോക്ക് വെച്ചിരിക്കുകയാണ്. 2040 ഞങ്ങൾ ഇസ്രായേലിനെ അവസാനിപ്പിക്കും. സ്വാഭാവികമായി ഇസ്രായേൽ അതാരവസാനിപ്പിക്കുമെന്ന് പറഞ്ഞോ ആ രാജ്യത്തെ അവസാനിപ്പിക്കാൻ ഏതറ്റം വരെ പോയും ശ്രമിക്കുമെന്നത് സാമാന്യ യുക്തിയല്ലേ? അപ്പോൾ എന്ത് തീരുമാനവും അങ്ങനെ പറയുന്നത് ജനതയുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ അതീവ വിനാശകാരിയായി വരും. അതുകൊണ്ട് ഇറാൻ്റെ ആണവായുധങ്ങൾ ഇസ്രായേൽ നശിപ്പിക്കാനാണ് എന്ന ഒരു ധ്വനി അവിടെ വരികയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കാമായിരുന്നു. ഡെത്ത് ടു അമേരിക്ക വിരുദ്ധത 1979 ഖൊമൈനി ഭരണകൂടം വന്നപ്പോൾ അമേരിക്ക വിരുദ്ധതയായിരുന്നു മുഖമുദ്ര. അത് ഇറാൻ്റെ DNA തന്നെ ഉള്ളതാണ്. ആ വിരുദ്ധത വാക്കുകൾ കൊണ്ട് ഏറെ പ്രകടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിറ്റാലിയേഷൻ ഇഫക്റ്റ് ഉണ്ട്. അതൊഴിവാക്കാമായിരുന്നു. അപ്പോൾ ഇത് ഭാഗികമായി ഇറാൻ വരുത്തിവെച്ച ഒരവസ്ഥയും പ്രധാനമായും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അതിമോഹവും ഇസ്രായേലിൻ്റെ പ്രത്യേകിച്ചുള്ള അതിസുരക്ഷാ ഭീഷണിയെക്കുറിച്ചുള്ള സങ്കല്പവും ഇതെല്ലാം തന്നെ ചേർന്നാണ് ആ സാഹചര്യം ഒരുക്കി വെച്ചത്. അതുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കാൻ കരയുദ്ധത്തിൽ 15,000 സ്ഥലങ്ങൾ ഹിറ്റ് ചെയ്താലും വീണ്ടും ഒരു 15,000 സ്ഥലം ഹിറ്റ് ചെയ്താലും ഇറാൻ ജനത ഒറ്റക്കെട്ടായി നിന്നാൽ യുദ്ധം എല്ലാവരെയും ഒന്നിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. വംശീയമായി വിവിധ വിഭാഗങ്ങളുണ്ട്. വിവിധ വിഭാഗങ്ങൾ അസംതൃപ്തരാണ്. സാധാരണ ജനം വളരെ അസംതൃപ്തിയിലാണ്. കാരണം അവരുടെ ഇക്കണോമിക് ലൈഫ് വല്ലാതെ യുദ്ധം കാരണവും അതിന് മുൻപും ഉപരോധം കാരണവും തടസ്സപ്പെട്ടു. ഉപരോധം ഉണ്ടാകാൻ കാരണം ഇറാൻ്റെ ചില കഠിനമായ തീരുമാനങ്ങളാണ്. അത് അമേരിക്കയാണ് ഉപരോധം പ്രഖ്യാപിച്ചതെങ്കിലും
അനുഭവിക്കേണ്ടി വന്നത്, ദുരിതം അനുഭവിക്കേണ്ടി വന്നത് ഇറാൻ ജനതയാണല്ലോ. അതിലൊക്കെയുള്ള അവരുടെ പ്രതിഷേധം സ്വാഭാവികമായി ജൈവികമായി അവരുടെ ഭരണകൂടത്തിനെതിരെയാണ്, മതഘടനകൾക്കെതിരെയാണ്. അതൊക്കെ വസ്തുതകൾ തന്നെയാണ്. പക്ഷേ ആ വസ്തുതകളെല്ലാം നിൽക്കുമ്പോഴും ആ രാജ്യം, തങ്ങളുടെ പ്രിയപ്പെട്ട രാജ്യമാണ് ആക്രമിക്കപ്പെടുന്നത്, തങ്ങളുടെ വസ്തുവകകളാണ് ആക്രമിക്കപ്പെടുന്നത്. ആ രാജ്യത്തെ ചിതറി നിൽക്കുന്ന ജനം ഒരുമിക്കുന്നു. അതിൻ്റെ പ്രയോജനം ആ രാജ്യത്തിനുണ്ടാവും. അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് ഓൾസോ ഇസ് ഗോയിങ് ടു ബി വെരി വെരി ഇൻറ്റൻസ്. ഈ യുദ്ധം കഴിഞ്ഞാലും, എന്നെങ്കിലും പൂർണ്ണമായ യുദ്ധവിരാമം ഉണ്ടായാലും ഇറാൻ ഒരിക്കലും പഴയതുപോലെ ആവില്ല. ഇറാൻ അമേരിക്ക ഉദ്ദേശിക്കുന്ന ഒരു ചേഞ്ച് ഉണ്ടായാൽ, അമേരിക്ക ഉദ്ദേശിക്കുന്ന പോലെയോ അല്ലാത്തതോ ആയ ഈ സിസ്റ്റം മാറിക്കഴിഞ്ഞാൽ ഇറാൻ പല ഖണ്ഡങ്ങളായി പോകാം. വംശീയത അല്ലെങ്കിൽ എത്നിസിറ്റിയുടെ പല ഖണ്ഡങ്ങൾ ഉണ്ടാവാം. കുർദുകൾ ഉൾപ്പെടെ സ്വതന്ത്ര രാജ്യ പ്രഖ്യാപനത്തിലേക്ക് നീങ്ങാം. ഷിയ മിലിഷ്യകൾ പലതും ആയുധം കയ്യിലെടുത്ത് സ്വന്തം അധികാര ഇടങ്ങൾ അടയാളപ്പെടുത്തിയേക്കാം. സിവിൽ വാർ ഉണ്ടായേക്കാം. അമേരിക്ക ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിച്ചാൽ അതിനെതിരെ അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ മിലിഷ്യകളുടെ രൂപത്തിൽ ഉണ്ടായേക്കാം. അതൊക്കെ ആളുഭർത്തവും നൽകി സഹായിക്കാൻ മറ്റു പലരും ഉണ്ടാവും. അരാജകത്വ അവസ്ഥ അമേരിക്കയ്ക്കൊട്ടും നല്ലതല്ല. അതുകൊണ്ടാണ് ഈ ക്രമം ഒരു പരിധിവരെ ഇങ്ങനെ തന്നെ തുടരേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. ആത്യന്തിക ലോക സമാധാനത്തിൻ്റെ, മേഖലാ സമാധാനത്തിൻ്റെ ആവശ്യം തന്നെയാണ്. എനി ചേഞ്ച് ഫ്രം നൗ ഈസ് ഗോയിങ് ടു ബി കാറ്റക്ലിസ്മിക്. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. യുദ്ധം നിർത്തുന്നതിനായി ഇറാൻ തന്നെ സമീപിച്ചു എന്ന ഒരു അവകാശവാദം കൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഇനി എന്തായിരിക്കും ഇറാന്റെ നിലപാട് എന്നുകൂടി അതിൽ ചർച്ച ചെയ്യാം.